ഗോത്രജനതയ്ക്കിടയിൽ വ്യത്യസ്തമായ ഒരുപാട് ആചാരങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണ് പായസപൂജ. കോതമംഗലം ക്നാച്ചേരി വനമധ്യത്തിൽ നടന്നതാണ് ഈ ചടങ്ങ്. വരും നാളുകൾ ഐശ്വര്യവും സമൃദ്ധിയുടേതുമാകുമെന്ന വിശ്വാസത്തിലാണ് ആദിവാസികൾ പായസപൂജ നടത്തുന്നത്. കുട്ടമ്പുഴ ക്നാച്ചേരി വനത്തിലാണ് മലദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള ഈ ആചാരം. വള്ളിയമ്മയുടെ പ്രീതിക്കായി വർഷം തോറും പൂജ നടത്തും. വിശ്വാസികൾ പാട്ടിന്റെ താളത്തിനൊത്ത് നൃത്തം ചവിട്ടും. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കുടികൊണ്ട കാലം തൊട്ട് പണർക്കുടിയിൽ കുടികൊണ്ട കാലം തൊട്ട് ഈ വള്ളിയമ്മയെ ഞങ്ങളിങ്ങനെ ഒരു പായസകൂട്ട് പായസപ്പാറയിൽ വന്നിട്ട് പായസം എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ആചാരപരമായിട്ട് കൊട്ടും മേളവും കൂത്തും മേളവും ഒക്കെ ആയിട്ട് വന്നിട്ട് അമ്മയെ ഒരു പായസകൂട്ട് വിരുന്ന് പോലെയാണ് ഞങ്ങൾ അമ്മയ്ക്ക് എല്ലാ വർഷവും നടത്തിക്കൊണ്ട് വരുന്നത്. എല്ലാ വർഷവും നടത്തും. ഇത് കുംഭം 3-ന് മാത്രമേ ഞങ്ങൾ ഈ ആചാരം നടത്തുള്ളൂ. ബാക്കി ഒരു ഡേറ്റിനും ഞങ്ങൾ നടത്തില്ല. ഇതിനൊരു ഡേറ്റ് തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങൾ ഈ പായസകൂട്ട് നടത്തുന്നത്. അത് വള്ളിയമ്മയാണ്. ആനക്കുളം എന്ന് പറയുന്നത് വള്ളിയമ്മയും ഈ വള്ളിയമ്മയും ഒരേ അമ്മയാണ്. അമ്മ എന്ന് പറയുന്നത് വള്ളി എന്ന് പറയുന്നത് തുറമ്പിൽ മാനിൻ്റെ വയറ്റിൽ ഉണ്ടായ ഒരു അമ്മയാണ് ഈ വള്ളിയമ്മ. വള്ളിയമ്മ ഇവിടെ നിന്ന് ദേശം കാണാൻ പോയതാണ് ഈ ആനക്കുളം എന്ന് പറയുന്നത്. അവിടെ നിന്ന് മുരുകൻ കെട്ടിക്കൊണ്ടു പോകും. ആ അമ്മ തിരികെ ഇവിടെ ക്നാശ്ശേരി എത്തുകയും കുടികൊള്ളുകയും ചെയ്യും. അന്ന് മുതൽ ഞങ്ങളിത് കണ്ടെത്തി ഞങ്ങളെ കാരണന്മാരിങ്ങനെ തുള്ളി ആണ് അറിഞ്ഞത് ഇത് വള്ളിയമ്മയാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പായസകൂട്ട് എല്ലാ വർഷവും നടത്തുന്നത്. അത് ഈ പാറയിലാണ് പായസകൂട്ട് നടത്തുള്ളൂ. അമ്പലത്തിൽ വെച്ച് പായസകൂട്ട് നടത്തുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം ഞങ്ങൾ എല്ലാ വർഷവും അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന അമ്മ ദൈവമാണല്ലോ, ദൈവത്തിന് വേണ്ടിയാണ് ഈ പായസകൂട്ട് നടത്തുന്നത്. ക്നാച്ചേരി വനത്തിനുള്ളിലെ വിശാലമായ പാറയിലാണ് പായസപൂജയ്ക്കുള്ള ചടങ്ങുകൾ നടന്നത്. ഈ പാറയ്ക്ക് മുകളിൽ 2 ദ്വാരങ്ങളുണ്ട്. നിറയെ വെള്ളമുള്ളതാണിവിടം. ഈ ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി തെളിവിളക്ക് വയ്ക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. 12 ദിവസം വ്രതമെടുത്താണ് ദേവിക്ക് പായസം നിവേദിക്കുന്നത്. ഇതാണ് പായസപൂജയുടെ പ്രധാന ചടങ്ങ്. ഭയങ്കര ആഘോഷമായിട്ടാണ് ഞങ്ങൾ അമ്പലപ്പറയിൽ വന്ന് പായസമൊക്കെ വെച്ച് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ കൂട്ടിയിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ ആദിവാസികളാണ് ഏറ്റവും കൂടുതലുള്ളത്. വന്ന് പായസമൊക്കെ വെച്ച് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിൽ പോകുള്ളൂ. ആനയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആനയൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ അമ്പലത്തിൽ വന്നാലും ആനയെ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പായസം വെച്ച് പോകുന്നവരെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ ദേവിയെ കണ്ടു തൊഴുത് ഞങ്ങൾ പോകും വീട്ടിലിട്ട്. ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എല്ലാ വർഷം ഇങ്ങനെ പായസം വെച്ച് പണ്ട് തുടങ്ങിയുള്ള പായസം വെക്കലാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയാണ് പായസം വെക്കുന്നത്. പായസം വെച്ച് ഞങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ വിരുന്ന് കൊടുത്ത് ആൾക്കാരൊക്കെ വന്ന് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. തൊട്ടടുത്ത ദുർഗാദേവി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുന്ന ചടങ്ങുമുണ്ട്. വിവിധ കോളനികളിൽ നിന്നുള്ളവർ പിണവൂർക്കുടിയിൽ ഒത്തുചേർന്ന് ഘോഷയാത്രയായാണ് പായസപ്പാറയിലേക്ക് എത്തുന്നത്. പായസപ്പാറയിലെ ഉറവ വറ്റാത്ത കുഴിയിൽ നിന്നും വെള്ളമെടുത്താണ് പായസമുണ്ടാക്കുന്നത്. കൊട്ടി, ഉറുമിശി, കുഴൽ തുടങ്ങിയ പരമ്പരാഗത വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് താളമേളങ്ങൾ ഒരുക്കുന്നത്. നൃത്തവും പാട്ടും ചെണ്ടമേളവുമെല്ലാം കൂടിയാകുമ്പോൾ കാടകം ഉത്സവപ്രതീതിയിലായി മാറും. രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്നുവരുന്ന ഈ പായസപൂജയിലൂടെ കൈവരുമെന്നാണ് വിശ്വാസം.